ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇത് സൺഡേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനൊക്കെ മടി കാരണം അങ്ങനെ തന്നെ വെച്ചതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ്. അപ്പോൾ കുറേ ആയി അമ്പലത്തിലൊക്കെ പോയിട്ട്, അനിയത്തിയുണ്ട്. അപ്പോൾ ഒരുമിച്ച് അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ച് കുളിച്ച് മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അൻവിക്ക് രാവിലെ അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എഴുന്നേൽക്കാൻ അങ്ങനെ മടിയൊന്നുമുള്ള ടൈപ്പല്ല കേട്ടോ. ഞങ്ങൾ രണ്ടാളുണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വേഗം ഞങ്ങളെക്കാൾ ആദ്യം റെഡി ആയിട്ട് നിൽക്കുക അവനായിരിക്കും. അവനിഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുകളും കൂടെ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എവിടേക്ക് വിളിച്ചിട്ടാണെങ്കിലും കൂടെ ഒരു മടിയില്ലാതെ വന്നോളൂ കേട്ടോ. അവന് ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിലൊക്കെ. ഞങ്ങൾ പോകുന്നത് എന്നത്തെയും പോലെ തന്നെ പാലർമ്പ് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇന്ന് വീട്ടിൽ ചെറിയൊരു പണിയുള്ളതുകൊണ്ട് തന്നെ വേഗം തൊഴുതിറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതും വാങ്ങും വേണം. എന്നിട്ട് വേഗം തിരിച്ച് വീട്ടിലെത്തണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ അമ്പലത്തിൽ പോയിട്ട് കുറേ എന്ന് പറഞ്ഞാൽ കുറേ മാസങ്ങളായി. എനിക്ക് തോന്നുന്നത് ഉത്സവ സീസണിൻ്റെ ആ സമയത്താണ് ഞങ്ങൾ ഇതേപോലെ ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ടുള്ളത് എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയിട്ടേ ഇല്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അൻവിക്ക് ഞങ്ങളെ വേണ്ട കേട്ടോ. അവൻ ഒറ്റയ്ക്ക് നടന്നോളും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി വേഗം നെയ്വിളക്കൊക്കെ കത്തിച്ച് തൊഴുതിറങ്ങിയിട്ടുണ്ട്. നെയ്വിളക്കൊക്കെ കത്തിക്കുന്ന സമയത്ത് ഞാൻ കത്തിച്ചോളാം അമ്മയെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ ആ കാര്യത്തിലൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു നേരെ അടങ്ങിയൊരു സ്ഥലത്ത് നിൽക്കാൻ ഈ കുട്ടിക്ക് പറ്റില്ല. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ എടുക്കാറില്ല, ഇപ്രാവശ്യം എന്താണെന്നറിയില്ല. ഞാൻ എല്ലാവരും പലർന്ന് അമ്പലത്തിൽ പോകുമ്പോൾ അതേപോലെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലൊരു ചെറിയ പണിയുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 കാലിച്ചായ കുടിച്ച്. എന്താണെന്നറിയില്ല, രാവിലെ ഒന്നും കഴിക്കാതെ വന്നതുകൊണ്ടാണെന്നറിയില്ല, ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊറാട്ടയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പോവാണ്. വേറൊന്നുമല്ല, വീട്ടിലൊരു കോഴിക്കൂട് സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡും അതേപോലെ ഫ്രണ്ടും അനിയത്തിൻ്റെ ഹസ്ബൻഡ് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി 2 കൂടുണ്ട്, അതിൻ്റെ കൂടെ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനും അമ്മയ്ക്കും. പിന്നെ വേറെയും കുറച്ച് ഞങ്ങളുടേതായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ബിസി സൺഡേ ആണ് കേട്ടോ. അത് നല്ല ബിസി ആയിട്ടുള്ളൊരു സൺഡേ ആയിരുന്നു. ഞാൻ പകുതിക്ക് വെച്ച് വീഡിയോസൊക്കെ എടുക്കുന്നത് നിർത്തിപ്പോയിട്ട് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഉച്ച വരെയുള്ള വീഡിയോസ് മാത്രമേ ഇതിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും ഫുള്ളൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ മാറ്റുന്നതിന് മുമ്പേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഇടവഴിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അത് പിന്നെ അടിയിൽ തീർന്ന് മാമി മോനും നല്ല അടിയായിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങളിതാ വെള്ളയപ്പവും ചിക്കൻ കറിയും ചായയും കുടിച്ച്. പിന്നെ അച്ഛൻ ചേരി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേരി ഒന്ന് മുകളിൽ എത്തിക്കണമായിരുന്നു. അപ്പോൾ ഇടവഴിയിൽ നിന്ന് എറിയാണ്. അവൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷെ അത് എന്നത്തെയും പോലെ ലാസ്റ്റ് ഞങ്ങൾക്ക് പണിയാവുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ കോഴിക്കോട് അത് അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.